ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് LD ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. LD ക്ലർക്ക് പല ജില്ലകളിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു ജില്ലകൾ കൂടെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജൊക്കെ വരും. അപ്പോൾ LD ക്ലർക്ക് എഴുതിയവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രൊഫൈലേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കുള്ളവർക്കാണ് വന്നത്, ഏത് കാറ്റഗറിയാണെന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. LDCയുടെ കാറ്റഗറി നമ്പർ 503/2023 ആയിരുന്നു. 503/2023. വിവിധ ജില്ലകളായിട്ട് എല്ലാ 14 ജില്ലകളും LDCയുടെ എക്സാം നടന്നിരുന്നു. അപ്പോൾ LDCയുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. LD ക്ലർക്ക് സാധ്യതാ പട്ടിക ജനുവരിയിൽ. LD ക്ലർക്ക് റാങ്ക് പട്ടികയുടെ കാലാവധി 2025 ജൂലൈ 31 അവസാനിക്കാനിരിക്കെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC 2025 ജനുവരി മുതൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് ഈ ജനുവരിയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ചിനകം 14 ജില്ലകളിലെയും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. റിപ്പോർട്ട് ചെയ്തതും പ്രതീക്ഷിതവുമായ ഒഴിവുകൾ കണക്കാക്കി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണം PSC എടുത്തിട്ടുണ്ട്. അതിന് ആനുപാതിക എണ്ണം സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തും. മൂല്യനിർണ്ണയം പൂർത്തിയായാലുടൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണത്തിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കും. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായി സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും. സെപ്റ്റംബറിനകം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഒഴിവിന് ആനുപാതികമായോ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. സമീപകാലത്ത് ലിസ്റ്റുകളെല്ലാം പരമാവധി ചുരുക്കിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്തവണ 7 ഘട്ടമായാണ് ക്ലർക്ക് പരീക്ഷ നടന്നത്. 14 ജില്ലകളിൽ 6,61,466 പേർ പരീക്ഷ എഴുതിയിരുന്നു. നമുക്ക് ഈ ന്യൂസിലൂടെ മനസ്സിലാക്കാം. ഈ ജനുവരിയിൽ എല്ലാ ജില്ലകളെയും ഷോർട്ട് ലിസ്റ്റ് വരും. എല്ലാ ജില്ലകളും വരുന്നില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേനും എല്ലാ ജില്ലകളെയും ഷോർട്ട് ലിസ്റ്റ് വരും. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവും, വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉടൻ തന്നെ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേന് റാങ്ക് ലിസ്റ്റ് കൂടി വരുമെന്നാണ് പറയുന്നത്. LDCയുമായി ബന്ധപ്പെട്ട പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.